ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിൻ നാളുകളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നോമ്പിന്റെ 36ാമത് ദിവസം അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം കൂട്ടായ്മ. കൂട്ടായ്മ എന്നാൽ സംസർഗം, സഹവാസം എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷേ കൂട്ടായ്മ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ ക്രിസ്തുവുമായുള്ള ബന്ധമാണ്. ദൈവവുമായുള്ള കൂട്ടായ്മ മനുഷ്യൻ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ നാം ക്രിസ്തുവിൽ ആകണം. കൂട്ടായ്മയെക്കുറിച്ച് 2 കാര്യങ്ങൾ ചിന്തിക്കാം. 1. അനുഗ്രഹമാകുന്ന കൂട്ടായ്മ. 2. ദൈവത്തിന് ഇഷ്ടമുള്ള കൂട്ടായ്മ. ഒന്നാമതായി, അനുഗ്രഹമുള്ള കൂട്ടായ്മ. നാം നമ്മുടെ സഹോദരൻ്റെ കാവൽക്കാരനാകുമ്പോഴാണ് കൂട്ടായ്മ അനുഗ്രഹമാകുന്നത്. തളർന്നു കിടന്ന പക്ഷവാതക്കാരനെ യേശുവിൻ്റെ മുന്നിൽ ചുമന്നുകൊണ്ടുവന്ന 4 പേർ കൂട്ടായ്മയുടെ പ്രതീകമാണ്. മുന്നിലെ ആൾക്കൂട്ടത്തെ അതിജീവിക്കാൻ ആ 4 പേരുടെ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. ആ പക്ഷവാതക്കാരന് പിന്നീട് ലഭിച്ച സൗഖ്യം കൂട്ടായ്മയുടെ വിജയമാണ്. രണ്ടാമതായി, ദൈവത്തിന് ഇഷ്ടമുള്ള കൂട്ടായ്മ. ദൈവജനം സമൂഹമായി കൂടിവന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കൂട്ടായ്മയാണ്. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ സകല മനുഷ്യരും ഒന്നായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാ സഹോദരീ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു എന്നുള്ളത് കൂട്ടായ്മയ്ക്ക് നല്ല സാക്ഷ്യം നൽകുന്ന വചനമാണ്. നാം നല്ല ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് ദൈവമക്കളാകുന്നത്. എന്നാൽ ഈ നോമ്പ് നാളുകളിൽ പരസ്പരമുള്ള പക, വഴക്ക്, പിണക്കം ഇവയെല്ലാം മറന്ന് കൂട്ടായ്മയിൽ ജീവിക്കാൻ, ദൈവമക്കളായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.